ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ധ്യാനത്തിനായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 45-46 വാക്യങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 45-46 വാക്യങ്ങൾ. താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തൻ്റെ ശിഷ്യന്മാരെ മുന്നോട്ട് ഓടുവാൻ താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തൻ്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ ബെത്സയിലേക്ക് നേരെ മുന്നോട്ട് പോകാൻ നിർബന്ധിച്ചു. അവരെ പറഞ്ഞയച്ചു വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. കർത്താവ് തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കായി ചെലവഴിച്ച ഒരു സന്ദർഭമാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവോട് പ്രാർത്ഥിച്ച പശ്ചാത്തലവും കർത്താവ് പ്രാർത്ഥിക്കാനുണ്ടായ സാഹചര്യങ്ങളും നമുക്ക് ആ ഭാഗം ഒന്ന് പഠിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു ഉൾക്കാഴ്ചയായി മാറട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇതിന്റെ പശ്ചാത്തലമാണ് ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലം അതിന്റെ മുകളിലത്തെ വാക്യങ്ങളിലാണ്. യേശു കർത്താവ് ശിഷ്യന്മാരെയും പൊതുജനങ്ങളെയും ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ആളുകൾ അവിടെ വന്നുകൂടി, ആയിരക്കണക്കിന് പേരവിടെ വന്നുകൂടി. ചുറ്റുമുള്ള ഊരുകളിലും കുടികളിലും ചെന്ന് ഈ കൂടിയിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി ശിഷ്യന്മാരെ പറഞ്ഞയക്കണമെന്ന് ശിഷ്യന്മാര് യേശുവിനോട് ആവശ്യപ്പെട്ടു. 37-ാമത്തെ വാക്യം യേശു പറഞ്ഞു, അല്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നോ? 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് തിന്മാൻ കൊടുക്കാൻ വേണ്ടി അത്രയും പൈസ അവരുടെ കയ്യിലില്ല. അപ്പം അതെങ്ങനെ സാധിക്കുമെന്ന് അവർ ചോദിക്കുകയാണ്. 38-ാമത്തെ വാക്യത്തിൽ കർത്താവ്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പം ഇവിടെ ഉണ്ടെന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ അവർക്ക് 5 അപ്പവും 2 മീനും ലഭിച്ചു. അപ്പോൾ എല്ലാവരെയും ഇനി പച്ചപ്പുല്ലിൽ പന്തിയായിട്ട് ഇരുത്താൻ കർത്താവ് പറഞ്ഞു. 100ഉം 50ഉം വീതം നിരയായിട്ട് എല്ലാവരെയും അവരങ്ങോട്ട് ഇരുത്തി. അപ്പോൾ ഈ 5 അപ്പവും 2 മീനും എടുത്ത് കർത്താവ് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി വിളമ്പാൻ ശിഷ്യന്മാരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. വിഭാഗിച്ച് കൊടുക്കുന്തോറും എല്ലാവരും തിന്ന് തൃപ്തരായി. കഷണങ്ങളും മീൻ നുറുക്കും 12 കൊട്ട നിറച്ചെടുത്തു. അത് 5000-ഓളം പുരുഷന്മാർ ഈ അപ്പം തിന്നവരുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് തിരിച്ചെടുത്ത അപ്പത്തിന്റെ കണക്ക് അവർ ശേഷിപ്പിച്ചതും തിന്നാൻ ബാക്കിയായതുമായ നുറുക്കുകൾ ശേഖരിച്ചത് 12 കൊട്ടയുണ്ടായിരുന്നു. അവിടെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നതിന് പുറകിലെ കാരണം എന്താണെന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായി. അതിന്റെ കാരണം ഇതിനെക്കുറിച്ച് ഒരു മനുഷ്യൻ എഴുതിയിരിക്കുക. അത് 5 അപ്പം ഉണ്ടായിരുന്നത് ആളുകളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവരെല്ലാം ഓരോന്നുള്ള അതിൽ നിന്ന് എടുത്തപ്പം ഇരുന്ന് എല്ലാവരും 5 അപ്പത്തിൽ നിന്ന് ഒരു നുള്ള കിട്ടിയുള്ളെങ്കിൽ അവർ സംതൃപ്തി ആയതാണ് അവിടുത്തെ അത്ഭുതമെന്ന്. ആ മനുഷ്യൻ പറഞ്ഞത് ഭോഷത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിന്റെ അടുത്ത വാക്യത്തിൽ പ്രത്യേകിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. 5 അപ്പം 12 കൊട്ടയിൽ എന്താണെങ്കിലും കയറില്ല എന്ന് നമുക്കറിയാം. ഇപ്പൊ ഈ 5 അപ്പം എന്ന് പറഞ്ഞാൽ ഒരു കൊട്ടയെ തികയാൻ പോലും ഇല്ല, അത്രയേ ഉള്ളൂ. പക്ഷെ അത് തിന്ന് 5000 പേര് തിന്നിട്ട് ശേഷിപ്പിച്ചത് ശേഖരിച്ചപ്പം 12 കൊട്ട നിറച്ചുണ്ടായിരുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതുപോലത്തെ ഭോഷത്തരങ്ങൾ പറയാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതായിരിക്കും. അപ്പൊ അവിടെ സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ, ഈ അപ്പം കർത്താവ് വാഴ്ത്തി നുറുക്കി അങ്ങ് കൊടുത്തപ്പോൾ പ്രിയാന്റി എന്ന് പറഞ്ഞതുപോലെ ആളുകൾക്ക് അതങ്ങ് സമൃദ്ധിയായിട്ട് അങ്ങ് തികഞ്ഞു. അതിന്റെ അർത്ഥം ഒരപ്പം 2ഉം 3ഉം 4ഉം 5ഉം ആയിട്ട് അതങ്ങ് വർദ്ധിച്ചു വന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. അതായത് കർത്താവിന്റെ കരസ്പർശം അവിടുത്തെ ഡെഫിഷ്യൻസിയെ സമൃദ്ധിയാക്കി മാറ്റി. അവിടുത്തെ ദൗർലഭ്യത്തിൽ കർത്താവിന്റെ കരമൊന്ന് ഇറങ്ങി വന്നപ്പോൾ, അല്ലെങ്കിൽ അവരുടെ ദൗർലഭ്യത്തെ, അവരുടെ അസാധ്യത്തെ, അവർക്ക് നടക്കത്തില്ലെന്ന് സാഹചര്യങ്ങൾ വിധി പറഞ്ഞ വിഷയത്തെ അവർ കർത്താവിന്റെ കയ്യിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കർത്താവ് അതിനെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അവർക്ക് തന്നെ ഒരിക്കലും ഉൾക്കൊള്ളാൻ, അംഗീകരിക്കാൻ അത്ഭുതപ്പെടുമാർ അതിനെ സമൃദ്ധിയായിട്ട് മാറ്റിയതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളും ഇതുപോലത്തെ എത്രയോ അനുഭവങ്ങളുടെ പോയിട്ടുണ്ട്.
അസാധ്യമാണെന്നും നടക്കത്തില്ലെന്നും എന്റെ ദൗർലഭ്യങ്ങൾ എന്നെ വേദനിപ്പിക്കുമ്പോൾ ഏതൊക്കെ മേഖലകളിലുള്ള ദൗർലഭ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഭീഷണിയായിട്ട് നിൽക്കുന്നതെങ്കിലും നമ്മുടെ ദൗർലഭ്യങ്ങളെ അത് മുഴുവൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ, നമ്മുടെ ദൗർലഭ്യത്തെ കർത്താവ് സ്പർശിക്കുമ്പോൾ അതിനെ കർത്താവ് സമൃദ്ധമാക്കി മാറ്റി, സമൃദ്ധിയാക്കി മാറ്റി, അനേകർക്ക് സംതൃപ്തിയാകും വണ്ണം ആ സാഹചര്യത്തിനകത്ത് ഒരു രൂപാന്തരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇത് തെളിയിക്കാൻ കർത്താവ് ആഗ്രഹിച്ചു. കർത്താവോട് ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടി ഒരു അത്ഭുതം ചെയ്തതല്ലെന്നും നമുക്ക് ആ ഭാഗത്തുനിന്ന് മനസ്സിലാവും. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, കർത്താവിന് അത്ഭുതമല്ല ഇവിടെ മുൻഗണന, ജനത്തിനും അതല്ല മുൻഗണന. ജനം അവിടെ വന്നത്, അതിന്റെ മേളത്തെ വാക്യം നമ്മൾ വായിച്ചു കേട്ടതല്ലേ, കർത്താവിന്റെ ഉപദേശം കേൾക്കാനാണ് ജനം വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഏത് കാലഘട്ടത്തിലാണെങ്കിലും, അന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും ഉപദേശം ആർക്കാണ് ഇഷ്ടമുള്ളത്? പ്രോത്സാഹനം എല്ലാവർക്കും ഇഷ്ടമാണ്, ഉപദേശം ആർക്കും ഇഷ്ടമല്ല. നമ്മളൊരാൾ ഉപദേശിക്കാൻ അങ്ങോട്ട് 2 തവണ ഉപദേശിക്കാൻ ചെന്ന് 3-ാം തവണ ചിലപ്പോൾ ആള് നമ്മളോട് പറയും, ഉപദേശിക്കാൻ വന്നേക്കുന്നു, നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യം ശരിയാക്ക് എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ വരുന്നു. അങ്ങനത്തെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ 2 പ്രാവശ്യം കഴിഞ്ഞ് 3-ാമത്തെ പ്രാവശ്യം ഒരാൾ ഉപദേശിക്കാൻ ചെന്നപ്പോൾ ചിലപ്പോൾ ആള് നമ്മളോട് പറയും, അതെ ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് കേട്ടോ, ജീവിക്കാനാ പാട്, നിങ്ങൾ ആദ്യം ജീവിച്ച് കാണിക്കുന്ന. അപ്പൊ ഉപദേശം എന്ന് പറയുന്നത് അന്നും ആർക്കും ഇഷ്ടമല്ല, ഇന്നും ആർക്കും ഇഷ്ടമല്ല. പക്ഷെ ഈ ജനത്തെ ആലോചിച്ച് നോക്കിയേ, ഇവരെല്ലാം ചെന്നിരിക്കുന്നത് എന്ത് കേൾക്കാനാണ്? കർത്താവിന് പറയാനുള്ളതെന്നറിയാവോ? നിങ്ങളുടെ നീതി, പരീശന്മാരുടെ നീതി കണ്ടിട്ടില്ലേ? അതിന്റെ നീതിയെ കഴിഞ്ഞ് നിങ്ങളുടെ നീതി വർദ്ധിക്കുന്നില്ലെങ്കിൽ നീതി കൊണ്ട് ഒരു ഗുണമില്ല. നിങ്ങളോട് ഒരാള് നിങ്ങളുടെ പുതപ്പ് വേണമെന്നും പറഞ്ഞ് നിങ്ങളുടെ പുതപ്പിന് അവകാശം പറഞ്ഞ് പിടിച്ചാൽ നിങ്ങളുടെ പുതപ്പല്ല, നിങ്ങൾ ഇട്ടേക്കുന്ന ജാക്കറ്റും കൂടെ ആ ആൾക്ക് വിട്ടുകൊടുത്തേക്കണം. ഒരാള് നിങ്ങളെ അടിച്ചാൽ ആ ആളെ തിരിച്ചടിക്കണമെന്ന് ന്യായപ്രമാണം പറയുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, ഒരാള് നിങ്ങളെ അടിച്ചാൽ മറ്റേ ചെവിടും കൂടെ ആൾക്ക് കാണിച്ചു കൊടുക്കും. ഇതാണ് ഉപദേശം. ഇങ്ങനെയുള്ള ഉപദേശം മുഴുവനും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ വന്നു കൂടിയപ്പോൾ അവരവരുടെ വിശപ്പ് പോലും മറന്നു. പക്ഷെ അവര് മറന്നാലും അവരുടെ ആത്മീക വർധനവ് വരുത്തുന്ന കർത്താവിന് അവരുടെ വിശപ്പ് മനസ്സിലായി. ഇതൊരു രഹസ്യമാണ്, ഇതൊരു ആത്മീക രഹസ്യമാണ്. കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കാൻ നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ, കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽപ്പാൻ നമ്മൾ ആത്മാർത്ഥമായി കൊതിക്കുമ്പോൾ, നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും കർത്താവിനോട് നമ്മൾ പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവമക്കളെ, നമ്മൾ ചില ഭൗമിക കാര്യങ്ങൾ മറന്നുപോയാലും, നമ്മുടെ ചില വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയാലും, കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും സ്വർഗത്തിൽ നിന്ന് നോക്കിയും കണ്ടും ക്രമീകരിച്ചു കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. അതൊരു ആത്മീക സത്യമാണ്, അതൊരു ആത്മീക രഹസ്യമാണ്. അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ചില ചെറിയ വിഷയങ്ങൾ പോലും, നമ്മൾ മറന്നുപോകുന്ന വിഷയങ്ങൾ പോലും സർവശക്തനായ ദൈവം അതിനെ കൃത്യമായി ക്രമീകരിക്കുന്നത് കാണുമ്പോൾ ആമേൻ, സ്തോത്ര, ഹൃദയം നിറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സ്തോത്രം. ഇത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കർത്താവിന് വിട്ടുകൊടുത്താൽ നമ്മുടെ ഒരു ദിവസത്തിന്റെ പ്ലാൻ വരെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. നമ്മുടെ ഓരോ ആഴ്ചകളും മാസങ്ങളും വരെ നമ്മുടെ ഷെഡ്യൂൾ ഉൾപ്പെടെ സ്വർഗത്തിൽ നിന്ന് ദൈവം ചെയ്യും. അതുപോലെ ഒരു ക്രിസ്തീയ ജീവിതം ഉണ്ട് ദൈവമക്കളെ. ഈ ജനം അവിടെ ഇരുന്നത് അപ്പം തിന്നാൻ വേണ്ടി ആയിരുന്നില്ല, അവരവിടെ വന്നിരുന്ന് ഉപദേശം കേൾക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ഉപദേശം കേൾക്കാൻ വന്ന ജനം കർത്താവിന്റെ സന്നിധിയിൽ ഉപദേശം കേട്ട് കേട്ട് അവരുടെ വിശപ്പ് വരെ മറന്നുപോയിരുന്നപ്പോൾ കർത്താവ് അവരുടെ വിശപ്പിനെ ഓർത്തു, കർത്താവ് അവരുടെ വിശപ്പിനെ അറിഞ്ഞു. വ്യക്തിപരമായ നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന ഒരു കർത്താവ്. ആ പാദപീഠത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെ മുഴുവനും അറിയുന്ന കർത്താവിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്.
എന്നിട്ട് കർത്താവോടെ 5 അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്ത് അവിടെ വലിയ സമൃദ്ധമായൊരു ഭക്ഷണം കൊണ്ട് വിളമ്പി. ഈ സാഹചര്യത്തെ യോഹന്നാൻ വിലയിരുത്തുമ്പം, അല്ലെങ്കിൽ യോഹന്നാനിലൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അല്പം വ്യത്യസ്തമായിട്ട് രേഖപ്പെടുത്തുന്നത് നമുക്കറിയാം. കർത്താവ് പ്രാർത്ഥിച്ചതിന്റെ പശ്ചാത്തലമാണ് നമ്മുടെ വിഷയം. അപ്പൊ ഈ പശ്ചാത്തലത്തിന്റെ ഒന്നാമത് സമൃദ്ധിയാണ് നമ്മൾ കാണുന്നത്, ഉപദേശമാണ് കാണുന്നത്. കർത്താവ് അവരുടെ ആവശ്യങ്ങളെ അറിയുന്നതാണ് നമ്മൾ കാണുന്നത്. കർത്താവ് അവരുടെ ആവശ്യത്തെ അറിഞ്ഞ് 5 അപ്പം എടുത്ത് വാഴ്ത്തി 5000 പേർക്ക് പോഷിപ്പിച്ച് 12 കൊട്ട നിറച്ചെടുത്തെന്ന് വെച്ചാൽ 12 ശിഷ്യന്മാർ ഓരോ കൊട്ടയും കൊണ്ട് പോയത് മൊത്തം നിറച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അവരാണല്ലോ സെർവ് ചെയ്തത്. അങ്ങനെ കർത്താവ് ചെയ്തതും അതിന്റെ പശ്ചാത്തലവും ഇവരോടുള്ള കർത്താവിന്റെ കരുണ മാത്രമാണ്. പക്ഷെ എന്നാൽ കർത്താവോടെ ഉടൻ തന്നെ പ്രാർത്ഥിക്കാൻ പോയത് എന്തിനായിരിക്കും എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ചെറിയ വിഷയം ഉണ്ടായി. അതുകൊണ്ടായിരിക്കാം കർത്താവ് പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പോയത്. ആ വിഷയം എന്താണെന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഈ വായിച്ച മർക്കോസ് സുവിശേഷത്തില് 44-ാം വാക്യം 12 കൊട്ട നിറച്ചെടുത്ത് അപ്പം തിന്നവരും 5000 പുരുഷന്മാരായിരുന്നു. 45-ാം വാക്യം താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിന് തന്റെ ശിഷ്യന്മാരെ ഉടനെ പടകേറി അക്കരെ ബെത്സയിദയ്ക്ക് നേരെ മുന്നോട്ട് പോകാൻ നിർബന്ധിച്ചു. അവരെ പറഞ്ഞയച്ചു വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ കയറി. ഒരുപക്ഷെ ഈ സംഭവമാണോ എന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ ഇതുപോലത്തെ സിമിലർ സംഭവമായിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അവിടെ ഒരു ചെറിയ ഇഷ്യൂ നമ്മൾ കാണുന്നുണ്ട്. ആ ഇഷ്യൂ നോക്കിയാൽ ഈ പ്രാർത്ഥനയുടെ പശ്ചാത്തലം മനസ്സിലാക്കും. അതായത് കർത്താവ് 13-ാമത്തെ വാക്യം, യോഹന്നാൻ 6:13, 5 യവത്തപ്പം നിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ചു തിന്നു. ശേഷിപ്പിച്ച കഷ്ണം അവർ ശേഖരിച്ചു 12 കൊട്ട നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യമെന്ന് പറഞ്ഞു. 15-ാം വാക്യം, അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ ഒരു പശ്ചാത്തലം. അവിടുത്തെ പ്രശ്നം എത്രയേ ഉള്ളൂ, ഒരു പുരുഷാരൻ ചീത്തയായി പോകാൻ ആ അപ്പത്തിന്റെ സമൃദ്ധി കാരണമായെന്ന് ഞാൻ പറയും. അത് നമുക്ക് ഇത്തിരി മനസ്സിലാക്കാൻ പാടാണ്. സത്യത്തിൽ കർത്താവ് അവരുടെ മുമ്പിൽ വെച്ച് ദേ നോക്കിക്കോ കേട്ടോ, എല്ലാവരും നോക്കി നിൽക്കണേ, ഇത് എത്ര അപ്പമുണ്ടെന്ന് എണ്ണിക്കേ, 4 പേര് വന്ന് നോക്കിക്കേ, ഈ കൊട്ടയുടെ അടിയിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കേ, ഒന്നുമില്ല, ഇനി നിങ്ങൾ വിളമ്പി തുടങ്ങിക്കേ. അപ്പൊ ഒരു 10 പേർക്ക് വിളമ്പി കഴിഞ്ഞപ്പോ നിന്നേ, ഇനി എത്ര അപ്പം ബാക്കിയുണ്ട്, ഇനി 5 അപ്പം ഉണ്ട്. അപ്പൊ ഈ 10 അപ്പം എവിടെ നിന്ന് വന്നു? അപ്പൊ എല്ലാവരും കൂടെ കൈയടിച്ച് അങ്ങയുടെ അപ്പം ഇതാ കൂടി കൂടി വരുന്നു. ഇതൊന്നും ഒരു ഷോ കാണിക്കാൻ കർത്താവ് ചെയ്തതല്ല. അത് ഇന്ന് TV പ്രസംഗം ചെയ്യുന്ന ഷോയാണ്. വന്നേ സാക്ഷ്യം പറഞ്ഞേ, അവർക്കത് കിട്ടിയില്ലേ, ഇവർക്ക് ഇത് കിട്ടിയില്ലേ, നിങ്ങൾക്ക് എന്നെ അറിയാമോ, എനിക്ക് നിങ്ങളെ അറിയാമോ, പക്ഷെ നിങ്ങളുടെ വീട്ടിന്റെ അവിടെ ഒരു മരമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഷോ അല്ല കർത്താവിന്റെ അത്ഭുതം. കർത്താവിയുടെ അപ്പം വർദ്ധിപ്പിച്ച് അവരുടെ മുമ്പിൽ ഒരു ഭയങ്കര ഇമോഷണലിസം ഉണ്ടാക്കാൻ ചെയ്തതല്ല. കർത്താവോടെ ചെയ്തതിന്റെ പുറകിൽ ഒറ്റ കാരണമേ ഉള്ളൂ, ഇവർക്ക് വിശന്നു എന്ന് കർത്താവിന് മനസ്സിലായി. അവര് വിശപ്പ് മറന്നിരിക്കുകയാണെന്ന് കർത്താവിന് മനസ്സിലായി. അതുകൊണ്ട് അവരോട് സ്നേഹം തോന്നിയപ്പോൾ അവരുടെ ഒരു ആവശ്യം നിവർത്തിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്യണം? അവരപ്പം വാങ്ങിച്ച് തിന്നേച്ച് അവര് തിരിച്ച് വീണ്ടും ഉപദേശം കേൾക്കാൻ തയ്യാറാകണം. പക്ഷെ അവരങ്ങനെ ചെയ്തില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുകയാണ്, അപ്പം തിന്നത് ഇവരുടെ ഭാവം മാറി. ഇവര് പറഞ്ഞു, ഈ നിൽക്കുന്ന ആളാണ് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന മശിഹ. ഈ മശിഹ നമ്മുടെ റോമൻ ഗവൺമെന്റിന്റെ കീഴിൽ നിന്ന് രക്ഷിക്കും, നമുക്ക് രാജ്യം സ്ഥാപിച്ചു തരും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇവനെ പിടിച്ച് നമുക്ക് രാജാവായിട്ടൊക്കെ പ്രഖ്യാപിക്കാം. നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ, ഈ കാര്യം ഇവിടെ വെച്ച് നടന്നു കഴിയുമ്പോൾ റോമൻ ഗവൺമെന്റ് ഈ മനുഷ്യൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് താഴെയിട്ട് നമുക്കൊരു രാജ്യം സ്ഥാപിച്ചു തരും. കർത്താവ് പെട്ടെന്ന് അവിടെ നിന്ന് വാങ്ങിപ്പോയി. ഒരു മിനിറ്റ് മതി കേട്ട ഉപദേശം മുഴുവനും വെള്ളത്തിൽ പോയി.
ഇതെന്തൊരു വിരോധാഭാസമാണ്. ഞാനിങ്ങനെ ചിന്തിക്കുക, കർത്താവോട് ചെന്ന് പ്രാർത്ഥിച്ചത് ഇതായിരിക്കും: പിതാവേ, ഈ ജനത്തിന്റെ കണ്ണ് തുറന്നു കൊടുക്കണമേ. അവർക്ക് ഇപ്പോഴും ഭൗമിക കണ്ണ് മാത്രമേ തുറന്നിട്ടുള്ളൂ. അവര് കാണുന്നത് റോമൻ ഗവൺമെന്റും, അവര് കാണുന്നത് ഇവരുടെ അവിടുത്തെ അടിമത്തവും, അവര് കാണുന്നത് വിശപ്പ് മാറ്റുന്ന അപ്പം കൊടുക്കുന്ന ഒരാളും, ലോകത്തിലെ കാര്യങ്ങളുടെ നേട്ടത്തിന് വേണ്ടി അവർക്ക് കൂടെ നിൽക്കാൻ പറ്റിയ ഒരു വിടുതലിന്റെ ആളും. ഈ ഒരു ലെവലിൽ മാത്രമേ അവരുടെ കണ്ണ് തുറന്നിട്ടുള്ളൂ. പക്ഷെ കർത്താവ് ഉപദേശിക്കുന്നത്, ദൈവരാജ്യത്തിന്റെ അംശികളാണ് നിങ്ങള്. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സ്വഭാവവും മാറ്റങ്ങളിലേക്ക് നയിക്കപ്പെടണം. ക്ഷമയും സഹനവും നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങളുടെ ജീവിത ശൈലിയിൽ വരണം. നിങ്ങളുടെ ജീവിതം കൊണ്ട് ആളുകൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നവരാണെന്ന് തിരിച്ചറിയും. ഇതാണ് ഉപദേശം. നിങ്ങൾ എങ്ങനെ ചെയ്യുവീൻ, നിങ്ങൾ എങ്ങനെ ചെയ്യാതിരിപ്പീൻ, അതനുസരിച്ച് വരുവാനുള്ള സ്വർഗരാജ്യത്തിന്റെ അംശികളാകുവീൻ. ഈ ഭൂമിയിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിൽ നിങ്ങൾ ജീവിക്കുവീൻ. ഇത് പറയുന്നത് കേട്ട് അത് തന്നെ ഉൾക്കൊണ്ടിരുന്ന ആളുകൾ തെറ്റിപ്പോകാൻ ഒരൊറ്റ അത്ഭുതം മതിയായിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, കർത്താവിന്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: പിതാവേ, ഭൗമികത കാണാൻ തുറക്കുന്ന ഈ കണ്ണുകൾ ആത്മീകത കാണാനെന്ന് തുറന്നു കൊടുക്കണമേ. ഇവരുടെ കണ്ണുകൾ കൊണ്ട് ഈ ഭൂമിയിൽ കാണാവുന്ന ഇട്ടാവട്ടത്തിനകത്ത് മാത്രം കാണുന്ന കാഴ്ചകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ചക്രവാള സീമകൾക്ക് അപ്പുറത്തേക്ക് കാണാൻ ഇവരുടെ കണ്ണെന്ന് തുറന്നു കൊടുക്കണമേ. ഈ ഭൂമിയിലെ ആയുസ് ക്ഷണികമാണെന്നും വരുവാനുള്ളവർ എത്രയും വേഗം വരുമെന്നും അതിനുവേണ്ടി കാത്തിരിക്കണമെന്നും കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരുമെന്നും, അന്ന് രണ്ടുപേർ കിടക്കയിലായിരിക്കും, ഒരു വ്യക്തി പോകും മറ്റേ വ്യക്തി പോകത്തില്ലെന്ന്, രണ്ടുപേർ വയലിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കും, ഒരു വ്യക്തി പോകും മറ്റേ വ്യക്തി പോകത്തില്ലെന്ന്, രണ്ടുപേർ തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരു വ്യക്തി പോകും മറ്റേ വ്യക്തി പോകത്തില്ലെന്നുള്ള തിരിച്ചറിവുണ്ടായിട്ട് ജീവിതം കൊണ്ട് നിത്യതയ്ക്കായി ഒരുങ്ങാൻ അവരെ സഹായിക്കണമേ. കല്യാണ വസ്ത്രമില്ലാതെ അകത്തു വന്നവനെ പുറമെയുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞത് ഇവര് കേട്ടതിന്റെ മറുപടിയായിട്ട് അവരുടെ ജീവിതം കൊണ്ട് അവരുടെ കല്യാണ വസ്ത്രം ഒരു വ്യക്തി ധരിക്കുന്നത് പോലെ അവരുടെ ജീവിതം കറയും ചുളുക്കവും മാലിന്യവും വാട്ടമില്ലാതാകുവാൻ അവരെ സഹായിക്കണമേ. വിളക്കിൽ എണ്ണ കരുതാതെ മണവാളനെ എതിരേൽപ്പാൻ വന്ന 5 പേര് വാതിൽ അവരുടെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെട്ടതുപോലെ ഇവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഭൗമിക കാഴ്ചപ്പാടിന്റെ അപ്പുറത്തേക്ക് തുറക്കുന്ന ഒരു ആത്മീക കണ്ണ്, ആത്മീക കാഴ്ചപ്പാട് ഇവർക്ക് നൽകണമേ. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു വരുമ്പോൾ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അന്ന് സ്വർഗരാജ്യത്ത് നിന്ന് തള്ളിക്കളയപ്പെടുന്ന ഒരു അവസ്ഥ ഇവർക്കുണ്ടാകാതിരിക്കേണ്ടതിന് അത്ഭുതത്തെക്കാൾ ഉപദേശത്തെ കാണാൻ ഇവരെ സഹായിക്കണമേ. എനിക്കിങ്ങനെ ചിന്തിക്കാൻ പറയും, മുട്ടേ നിന്ന് കണ്ണുകൾ തുറന്ന് അവൻ സ്വർഗത്തിലേക്ക് നോക്കി അപ്പനോട് യാചിച്ച് പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരിക്കും: ഇവരുടെ ജീവിതത്തിൽ ജീവിതം കൊണ്ട് ഇവർ ജീവിക്കുന്നവരായി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സഹായിക്കണമേ. അപ്പൊ ഇത് അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു അത്ഭുതം കഴിഞ്ഞ് ഉടൻ തന്നെ ആ ക്ഷീണം പോലും വകവയ്ക്കാതെ കർത്താവിന് വേദനിച്ചു, അത് കർത്താവിനെ ഭാരപ്പെടുത്തിയത്, കർത്താവ് ആ വിഷയത്തിന്റെ മേൽ പരിഭ്രമിച്ചു. കർത്താവ് പെട്ടെന്ന് അവിടെ നിന്ന് വാങ്ങിപ്പോയി. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നത്, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഈ ജനം പടകം പിടിച്ച് പിറ്റേ ദിവസം കർത്താവ് ഉള്ളിടത്ത് ചെന്നപ്പോൾ കർത്താവിനെ നാണം കെടുത്തി പറഞ്ഞു വിട്ടു. അവരുടെ നേരെ നോക്കി വെച്ച് പറഞ്ഞു, അപ്പം തിന്നാൻ വന്നതല്ലേ, ഈ അപ്പം തിന്ന പിന്നെയും വിശക്കും, എന്നെ തിന്നണമെന്ന് പറഞ്ഞ് അവരെ കളിയാക്കി. അവര് വന്ന വഴി എല്ലാവരും ഇട്ടേച്ചു പോയി. ഇത്ര പകല് പോലെ വ്യക്തമായത് വേദപുസ്തകത്തിൽ കിടക്കുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ ചുറ്റുപാടും
ഒരു പറ്റം ആത്മീകരെന്ന് അഭിമാനിക്കുന്നവർ അത്ഭുതങ്ങൾക്ക് പുറകെ അത്ഭുതങ്ങളെ തേടി ഓടുന്ന കാഴ്ച കാണുമ്പോൾ എങ്ങനെ വേദനിക്കാതിരിക്കും? മാജിക് കാണിക്കുന്നത് പോലെ ഓരോരുത്തരുടെ ഭാവിയും പറഞ്ഞ്, ഓരോരുത്തരുടെ ഭൂതവും പറഞ്ഞ്, ഓരോരുത്തരുടെ വർത്തമാനവും വെളിപ്പെടുത്തി അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ചിന്തിച്ച് ജീവിതത്തെ സ്പർശിക്കാൻ കഴിയാതെ പോകുന്ന ഒരു പറ്റം പ്രസംഗകരുള്ള ഈ കാലഘട്ടത്തിൽ, ഒരു പറ്റം അത്ഭുത പ്രവർത്തകർ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയെ പ്രസംഗിക്കാത്ത, പ്രായോഗിക ക്രിസ്തീയ ജീവിതം പ്രസംഗിക്കാത്ത, ഒരു വല്ലാത്ത കാഴ്ചപ്പാടിന് നടുവിൽ ജീവിക്കുന്ന ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ പ്രാർത്ഥന വളരെ പ്രസക്തമാണ്. സത്യത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചത് കണ്ണു തുറക്കാനുള്ള പ്രാർത്ഥനയാണ്. കർത്താവ് പ്രാർത്ഥിച്ചത് തിരിച്ചറിവുകൾ ഈ ജനത്തിന് ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയായിരുന്നു. ജനത്തിന് വേണ്ടിയത് സൗജന്യങ്ങളാണ്. ജനത്തിന് വേണ്ടിയത് അവരുടെ വികാര വിക്ഷോഭങ്ങളാണ്. ജനത്തിന് വേണ്ടിയത് അവരുടെ ഇന്നത്തെ കാര്യം നടക്കുക എന്നുള്ളതാണ്. ഒരു പുണ്യസ്ഥലത്തേക്ക് ഒരാൾ പോകുന്നത് ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകാനല്ല. ഒരു പുണ്യസ്ഥലത്തേക്ക് ഒരാൾ പോകുന്നത് ഇന്നത്തെ വിഷയത്തിന് പരിഹാരം കിട്ടാനാണ്. ഒരു മതത്തിന്റെ ചടങ്ങിന് ഒരാൾ പൈസ മുടക്കി ഒരു കാര്യം ചെയ്തെടുക്കുന്നത് ആ വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി അല്ല, ഇന്നത്തെ കാര്യം നടക്കാൻ വേണ്ടിയാണ്. ആത്മീയത എന്നാൽ ഇങ്ങനെ ആയി പോകുന്ന കാലം. സൗജന്യങ്ങളും സമ്മാനങ്ങളും മാത്രം ഒരു ജനത്തെ സ്വാധീനിക്കുന്ന ഒരു കാലം. ഞാനൊരു കഥ പറയാം. ഒരു കപ്പലിലെ കഥയാണ്. ഒരു വലിയ ലക്ഷറി കപ്പല്. ഏത് കപ്പലെടുത്താലും ആ കപ്പലിൽ മൂന്ന് തട്ടുകളുണ്ട്, 3 വിഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും മുകളിലാണ് ലക്ഷറി. അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ സെമി ലക്ഷറി ആയിട്ടുള്ള, അവിടെ സെപ്പറേറ്റ് റൂമുകളുണ്ട്. അതിൻ്റെ ഏറ്റവും താഴെയാണ് ഡെക്ക്, ഇല്ലെങ്കിൽ ഏറ്റവും താഴെയാണ് അതിൻ്റെ ഏറ്റവും തേർഡ് ക്ലാസ് യാത്രക്കാർ യാത്ര ചെയ്യുന്നത്. ആ ടിക്കറ്റിന് വളരെ ചാർജ് കുറവാണ്. അവിടെ സൗജന്യങ്ങളൊന്നും കിട്ടില്ല. മാത്രമല്ല, അവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഈ കപ്പല് വലിയ തിരമാല കയറി ആടി ഒലയുന്ന സമയത്ത് അവിടെ ബെഞ്ചാണുള്ളത്, കുഷ്യനുള്ള സീറ്റ് പോലും അല്ല. ഈ ബെഞ്ചിലിരിക്കുന്നവർ ചിലപ്പോൾ തെറിച്ച് താഴെ പോകും. അതുപോലെ കപ്പൽ ആടി ഒലയുന്ന സമയം വന്നാൽ ചെറിയ ടിക്കറ്റ് കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന ഈ തേർഡ് ക്ലാസ് ആൾക്കാർ അധികം താമസിയാതെ അവർ ശബ്ദിക്കാൻ തുടങ്ങും. കാരണം അതുപോലെ ആടി ഒലയുന്ന അവസ്ഥയായിരിക്കും. ഒരു ദിവസം നടുക്കടലിൽ നിൽക്കുന്ന ഈ കപ്പലിൽ നിന്ന് ക്യാപ്റ്റന്റെ അനൗൺസ്മെന്റ് വരികയാണ്. ഏറ്റവും അടിയിലുള്ള തേർഡ് ക്ലാസ്സിലുള്ള യാത്രക്കാരോടാണ് അനൗൺസ്മെന്റ്. ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ ക്യാപ്റ്റനാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അടുത്ത 5 മിനിറ്റ് കഴിയുമ്പോൾ തൊട്ട് മേളിലെ സെക്കൻഡ് ക്ലാസ്സിലേക്കുള്ള വാതില് തുറന്നിടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സെക്കൻഡ് ക്ലാസ്സിലേക്ക് സൗജന്യമായി ഞാൻ പ്രൊമോഷൻ തന്നിരിക്കുന്നു. സെക്കൻഡ് ക്ലാസ്സിൽ സെപ്പറേറ്റ് മുറികളുണ്ട്, നല്ല കിടക്കകളുണ്ട്. സെക്കൻഡ് ക്ലാസ്സിൽ ഭക്ഷണം അവൈലബിൾ ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് കഴിക്കാം. സ്വന്തം റൂമുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അവിടെ നിങ്ങൾക്ക് നല്ല കിടക്കകളുണ്ട്, അവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാം. അപ്പൊ ഈ ആളുകളെല്ലാം കൂടെ വിളിച്ചു പറഞ്ഞു, ഇതാണ് ക്യാപ്റ്റൻ, ഇങ്ങനെയുള്ള ക്യാപ്റ്റനെയാണ് ഞങ്ങൾക്ക് വേണ്ടിയത്, ക്യാപ്റ്റൻ കീ ജയ് എന്ന് വിളിച്ചുകൊണ്ട് ഇവരെല്ലാവരും കൂടെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് ചെന്ന് സെക്കൻഡ് ക്ലാസ്സിലെ സൗകര്യങ്ങളെല്ലാം ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ അനുഭവിച്ച് ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റന്റെ അടുത്ത അനൗൺസ്മെന്റ്. സെക്കൻഡ് ക്ലാസ്സിലുള്ള യാത്രക്കാരോടാണ് അനൗൺസ്മെന്റ്. അടുത്ത 5 മിനിറ്റിനുള്ളിൽ ഒരു വാതിൽ തുറക്കും. ഫസ്റ്റ് ക്ലാസ്സിലേക്കുള്ള വാതിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ചെല്ലാം. ഫസ്റ്റ് ക്ലാസ്സിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ സകലവും സൗജന്യമാണ്. അവിടെ നൃത്തമുണ്ട്, അവിടെ ലൈറ്റുകളുണ്ട്, അവിടെ കളർ ലൈറ്റുകളുണ്ട്, സ്ഥിരമായിട്ട് മ്യൂസിക് ഉണ്ട്. അവിടെ നിന്ന് സൂര്യാസ്തമയം സൂര്യോദയം ഒക്കെ കാണാനുള്ള സൗകര്യമുണ്ട്. എല്ലാ ലക്ഷറിയുമുള്ള, അവിടെ കിടക്കാം, ഇരിക്കാം, എന്തും ഡാൻസ് കളിക്കാം, പാട്ടുപാടാം. അങ്ങനെയുള്ള ലക്ഷറി മുഴുവൻ സൗജന്യമായി ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഇവര് ക്യാപ്റ്റനെ പുകഴ്ത്താവുന്നതെല്ലാം വിളിച്ചു പുകഴ്ത്തി ഓടി മേളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്: കപ്പല് മുങ്ങിക്കൊണ്ടിരിക്കുക. ഏറ്റവും മുകളിലുള്ളവരെ രക്ഷപ്പെടുത്താൻ ഒരു കപ്പൽ വന്നു. അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ സെക്കൻഡ് ക്ലാസ്സുകാരെ മേളിലേക്ക് ആക്കി. അപ്പോഴാണ് ഈ ഫസ്റ്റ് ക്ലാസ് തറക്കാരെ സെക്കൻഡിലേക്ക് മാറ്റിയത്. അടുത്ത കപ്പൽ വന്നപ്പോൾ സെക്കൻഡ് ക്ലാസ്സുകാരെ ആ കപ്പൽ കൊണ്ടുപോയി. അപ്പോഴാണ് ഇവരെ സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് മാറ്റിയത്.
ഇനി ക്യാപ്റ്റന്റെ അനൗൺസ്മെന്റ് അടുത്ത 30 മിനിറ്റ് കഴിയുമ്പോൾ വേറൊരു കപ്പൽ വരും. അതിന്റെ ഇടയ്ക്ക് കപ്പൽ മുങ്ങുകയാണെങ്കിൽ കിട്ടുന്ന തടിക്കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് നിന്നോണം. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ ക്യാപ്റ്റൻ ഞങ്ങൾക്ക് എന്ന സൗജന്യമൊക്കെ പുള്ളിയുടെ സ്വന്തം സൗജന്യമല്ലായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സുകാരെ ശാന്തമായി രക്ഷിക്കാനും സെക്കൻഡ് ക്ലാസ്സുകാർ രക്ഷപ്പെടുമ്പോൾ ഞങ്ങൾ ശല്യം ഉണ്ടാക്കാതിരിക്കാനും ഞങ്ങൾക്ക് നിയന്ത്രിതമായിട്ട് സൗജന്യങ്ങൾ തരികയായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ച രീതിയല്ല കാര്യങ്ങളുടെ കിടപ്പ് എന്ന് മനസ്സിലായത് പിന്നത്തേതിലും. വഞ്ചിക്കപ്പെടുന്ന ഓരോ വ്യക്തികളും, പാപം ചെയ്യുന്ന ഓരോ വ്യക്തികളും അവർ ചതിക്കപ്പെടുന്നതിന്റെ പ്രധാന കാര്യം ഈ പാപം അവർക്ക് കൊടുക്കുന്ന സുഖം അവരെ ചതിക്കുന്നതുകൊണ്ട്. ദൈവമക്കളെ, ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ അത്ഭുതങ്ങളുടെ പരമ്പരകൾ നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ നമ്മൾ തേടി വരുന്നത് കാണുമ്പോൾ ചിലപ്പോൾ മതി മറന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ചില നന്മകളെന്ന് നമ്മൾ വിളിക്കുന്നത് തന്നെ ദൈവത്തിൽ നമ്മളെ അകറ്റിക്കളയാൻ ചാൻസ് ഉണ്ട്. ഒരിക്കൽ യോശുവ ഭയങ്കര പട്ടണമൊക്കെ പിടിച്ചടക്കി എരിഹോ മതിലൊക്കെ ഇടിച്ച് ഭയങ്കര വിജയം നേടി അതിപ്രശസ്തനായിട്ട് കനാൻ ദേശത്ത് പാർക്കുന്ന സകല ആളുകൾക്കും ഒരു പേടി സ്വപ്നമായി നിന്നപ്പോൾ താനൊരു ചതിയിൽ അകപ്പെട്ടത് യോശുവയുടെ പുസ്തകം നമുക്ക് 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ചതി ഇതായിരുന്നു. യോശുവ ഇങ്ങനെ ഓരോരോ പട്ടണങ്ങൾ കീഴടക്കി അവയെല്ലാം ഇസ്രായേൽ മക്കൾക്ക് വീതിച്ചു കൊടുത്ത് ഇങ്ങനെ വാഗ്ദത്ത ദേശം അവകാശമായി കൊണ്ടിരിക്കുന്ന സമയം തൊട്ടപ്പുറത്തെ രാജ്യത്ത് നിന്ന് ചില ആളുകൾ ഒരു ഗൂഢാലോചന നടത്തി. അവര് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് യോശുവയെ യുദ്ധം ചെയ്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ചതിയിലൂടെ നമുക്ക് യോശുവയുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടാം. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുറെ പഴക്കം ചെന്ന ഭക്ഷണങ്ങളും കുറെ കീറിപ്പറഞ്ഞ തുണിയും ഒക്കെ എടുത്ത് ധരിച്ച് അവരുടെ മേത്തൊക്കെ പൂഴിയൊക്കെ ഇട്ട് ഒത്തിരി നാളുകൾ യാത്ര ചെയ്ത് വരുന്ന യാത്രക്കാരെ പോലെ യോശുവയുടെ അടുത്തിരുന്നു. തൊട്ടപ്പുറത്തെ രാജ്യക്കാരൻ എന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊന്ന് കനാൻ ദേശത്തിന്റെ അതിരിന്റെ അപ്പുറത്തൊരു രാജ്യമുണ്ട്, ആ രാജ്യത്തുള്ള ആൾക്കാരാണ്, ആ രാജ്യം വരെ അങ്ങയുടെ പ്രശസ്തി ഞങ്ങൾ കേട്ടിരിക്കുന്നു. അപ്പൊ കനാൻ ദേശമല്ലേ അങ്ങേക്ക് പിടിച്ചടക്കേണ്ടത്, ഞങ്ങളുടെ രാജ്യത്തിന് വിഷയമില്ലല്ലോ, ഞങ്ങളുടെ രാജ്യം അങ്ങ് ദൂരെയാണ്. അപ്പൊ ഞങ്ങള് അങ്ങയുടെ സന്ധി സംഭാഷണം ചെയ്യാൻ വന്നതാണ്, അങ്ങ് വലിയ ആളാണ് വലിയ. അപ്പൊ യോശുവ അങ്ങ് മതി മറന്നു. യോശുവ പറഞ്ഞു, നിങ്ങളോടിതാ ഞാൻ സന്ധി സംഭാഷണം ചെയ്യുന്നു, ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കില്ല, നിങ്ങളും ഞങ്ങളും സുഹൃത്തുക്കളായിരിക്കും എന്ന് പറഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് യോശുവയ്ക്ക് മനസ്സിലായത് തൊട്ടപ്പുറത്തെ രാജ്യത്തെ ആൾക്കാരായിരുന്നു. യോശുവയ്ക്ക് പറ്റിയ പരാജയം പുകഴ്ത്തലിൽ വീണുപോയി. നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങളെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതാണെങ്കിലും എല്ലാ സന്തോഷങ്ങളും നമ്മെ സഹായിക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ആഹാബ് ബെൻഹദദ് എന്ന് പറഞ്ഞ രാജാവിനെ കീഴടക്കി അതിനുശേഷം ഈ മനുഷ്യൻ ചെന്ന് പുകഴ്ത്തുന്നുണ്ട് ആഹാബിനെ. നിന്റെ അപ്പൻ ഞങ്ങളുടെ രാജ്യത്ത്, എൻ്റെ അപ്പൻ നിന്റെ തലസ്ഥാനത്ത് എൻ്റെ അപ്പൻ്റെ പേര് സ്ട്രീറ്റ് പണിതുപോലെ എൻ്റെ തലസ്ഥാനത്ത് നിന്റെ പേര് ഞാൻ സ്ട്രീറ്റ് പണിയാന്ന് പറഞ്ഞു. അപ്പൊ ആഹാബ് അങ്ങ് മതി മറന്നുപോയി. പുള്ളി വിചാരിച്ച് ഇതുപോലത്തെ പ്രശസ്തനായ രാജാവായിട്ട് ഞാനും മാറുകയാണോ, ലോകം അറിയപ്പെടുന്ന ആളാവുകയാണല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ വെറുതെ വിട്ടു. ഉടൻ തന്നെയാണ് പ്രവാചകൻ എന്ന് പറയുന്നത്, ദൈവം തന്ന ജയം ഇന്ന് നീ നിറം കെടുത്തി കളഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞ ഒരു ന്യായവിധി തനിക്ക് പ്രഖ്യാപിക്കുകയാണ്. കർത്താവ് പ്രാർത്ഥിച്ചത് ഇതിനൊക്കെ എതിരായിട്ടാണ് പ്രാർത്ഥിച്ചത്. അവിടെ കൂടി വന്നിരിക്കുന്ന ആളുകൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, കർത്താവിനെ രാജാവാക്കണം, അവർക്കൊരു പൊളിറ്റിക്കൽ ലിബറേഷൻ കിട്ടണം, അവരുടെ രാജ്യം സ്ഥാപിച്ചെടുക്കണം, അവർക്ക് ഇതുപോലെ എന്നും അപ്പം കിട്ടണം. കർത്താവിന്റെ ആഗ്രഹം ഇവരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണം. കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മലമേൽ പോയപ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചതിന് വേണ്ടിയായി. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ മറ്റൊരു പശ്ചാത്തലമുണ്ട്.
അപ്പോൾ അത് വായിച്ചാൽ നമുക്കിതിൻ്റെ വേറെ കർത്താവ് പ്രാർത്ഥിക്കാനുണ്ടായ അടുത്തൊരു കാരണം നമുക്ക് മനസ്സിലാകും. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം 17 മുതൽ, എല്ലാവരും തിന്നു തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കൊട്ടയെടുത്തു. അവൻ തനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട്, പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകനെന്നും ചിലർ ഏലിയാവെന്നും മറ്റു ചിലർ പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റു എന്നും പറയുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, എന്നാ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. ഇതാരോടും പറയരുതെന്ന് അവൻ അവരോട് അമർച്ചയായി കൽപ്പിച്ചു. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു. അതായത് കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ അത്ഭുതം കഴിഞ്ഞ് ഉടൻ തന്നെ കർത്താവ് പ്രാർത്ഥിക്കാൻ പോയത് എന്തിന് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് മനസ്സിലായി. ഈ ആളുകളെല്ലാം കൂടെ കർത്താവിനെ രാജാവാക്കാൻ ഭാവിക്കുന്നത് കൊണ്ട് ഈ ആളുകൾക്ക് തിരിച്ചറിവുണ്ടാകാൻ കർത്താവ് പ്രാർത്ഥിക്കാൻ പോയതാണ്. രണ്ടാമത്തെ കാര്യം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഈ ശിഷ്യന്മാര് ആളുകൾ പറയുന്നത് എന്ത്, ശിഷ്യന്മാർ പറയുന്നത് എന്ത്. അപ്പൊ ഈ ശിഷ്യന്മാരുടെ കാഴ്ചപ്പാട് എന്താണ്? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന് പൊതുജനത്തെ കുറിച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് അവർക്ക് കാഴ്ചപ്പാട് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന് തോന്നി, അല്ല പൊതുജനം എന്തോ ചിന്തിക്കട്ടെ, ഞാൻ ഈ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരെന്താ ചിന്തിക്കുന്നത്. അപ്പൊ അവരോട് ചോദിച്ചു, പൊതുജനം എന്നെ കുറിച്ച് എന്താ പറയുന്നത്? അവർ പുരാതന പ്രവാചകനാണ്, ഏലിയാവാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്, ദൈവത്തിന്റെ ക്രിസ്തുവാണ്, ദൈവത്തിന്റെ അഭിഷിക്തനാണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ കർത്താവ് അവർക്ക് ഒരു കാഴ്ചപ്പാട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ചിന്തിക്കുന്ന മശിഹ, രാജ്യം സ്ഥാപിക്കുന്ന, അപ്പം തരുന്ന, പ്രശ്നം തീർക്കുന്ന, ഈ ഭൂമിയിൽ ചിലത് തരുന്ന ഒരു മശിഹയാണെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറണം കേട്ടോ. അടുത്ത വാക്യത്തിൽ കർത്താവ് പറയാ, ഞാൻ മഹാപുരോഹിതന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടണം, ഞാൻ നിന്ന് അനുഭവിക്കണം, ഞാൻ ഒത്തിരി പീഡനങ്ങൾ കേൾക്കണം, ഇതിലൂടെ ഒക്കെ ഞാൻ കടന്നു പോകണം, ഞാൻ ക്രൂശിൽ മരിക്കണം, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കണം. ഈ കാഴ്ചപ്പാട് നിങ്ങൾ വിട്ടുപോകില്ലേ? ഇതിനു വേണ്ടിയാണ് എൻ്റെ പ്രാർത്ഥന. എന്ന് വെച്ചാൽ കർത്താവ് പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് വിശന്നാൽ നിങ്ങൾക്ക് അപ്പം തരാൻ എനിക്ക് 1 സെക്കൻഡ് മതി. നിങ്ങളുടെ ജീവിതത്തിന്റെ ഭൗമിക പ്രതിസന്ധികളെ ഈസി ആയിട്ട് എനിക്ക് മാറ്റാൻ പറ്റും. എനിക്കതൊരു ദിവസം പോലും വേണ്ട. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ആത്മീയതയുടെ രൂപാന്തരത്തിന് വേണ്ടിയാണ്. നിങ്ങൾ മനസ്സുകൊണ്ടും സ്വഭാവം കൊണ്ടും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ് എന്റെ പ്രാർത്ഥന. ഇത് സംഭവിക്കണമെങ്കിൽ കാഴ്ചപ്പാട് കൃത്യമായി രൂപപ്പെടണം. അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നിന്നാ വിഷയമാകുവാൻ തയ്യാറാകുന്ന ഒരു മശിഹ, അനേകർ നിന്ന് കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അനേകർ നിന്ന് ആക്രോശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യായാധിപൻ ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, നീ ഒരു വാക്ക് പോലും പറയുന്നില്ലല്ലോ. മൗനമായി നിന്ന് ആ ശിക്ഷ മുഴുവനും സ്വയം ഏറ്റെടുക്കുന്ന മശിഹ, തന്റെ പുറത്ത് ചാട്ടവാറ് കൊണ്ട് ആഞ്ഞാഞ്ഞടിക്കുമ്പോൾ ഒരു വാക്ക് തിരിച്ചു പറയാതെ, അവരുടെ മേൽ ന്യായവിധി പ്രഖ്യാപിക്കാതെ അത് മുഴുവൻ നിന്ന് സഹിക്കുന്ന ക്രിസ്തു, ക്രൂശിൽ വേദന കൊണ്ട് പിടയുന്ന ക്രിസ്തു, സകലവും നിവൃത്തിയാ എന്ന് പറഞ്ഞ് പ്രാണനെ വിടുന്ന ക്രിസ്തു, ഇവർ ചെയ്യുന്ന ഇന്നറിയാതെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ക്രിസ്തു. അങ്ങനെയുള്ള ഒരു ക്രിസ്തുവിനെ കുറിച്ച് ഇവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കർത്താവിന്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയും കൊണ്ട് ചെന്നാൽ ഇന്നത്തെ ഒരുപറ്റ സമൂഹം നമ്മളെ ഓടിക്കും, കഷ്ടത പ്രസംഗിക്കുന്നു.
നിങ്ങൾ എന്നെ കഷ്ടതയുടെ ദൈവത്തെയാണോ കണ്ടേക്കുന്നത്? ഞങ്ങൾ അങ്ങനെയല്ല കണ്ടേക്കുന്നത് എന്ന് പറഞ്ഞ് അപഹസിക്കും. പക്ഷെ കർത്താവിന്റെ പ്രാർത്ഥന അതിനു വേണ്ടിയാണ്. അതായത് എന്റെ നാമനിമിത്തം സകലരും നിങ്ങളെ പകയ്ക്കും, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചതാണ്. കഷ്ടതയുടെ നെല്ലിപ്പലക എന്തെന്ന് അനുഭവിച്ചവനാണ് ഞാൻ. അതിന്റെ നടുവിൽ ലോകം എന്റെ മേൽ ചാർത്തിയ സകല വേദനകളെയും അതിജീവിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നയാളാണ് ഞാൻ. ഞാൻ ലോകത്തെ ജയിച്ചതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ലോകത്തെ ജയിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. കഷ്ടതയുണ്ട്, അത് സ്ഥിരമല്ലെന്നറിയുക. അതിലൂടെ നടത്തുമ്പോൾ നമ്മൾ പുതുക്കമുള്ളവരായി മാറുന്നുവെന്ന് അറിയുക. പ്രതിസന്ധി കാണുമ്പോൾ ഞാൻ കൂടുതൽ ആത്മീകനാകാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്നതാണെന്ന് ചിന്തിക്കുക. എന്റെ ദൈവം അനുവദിക്കാതെ എന്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കുക. ക്രിസ്തീയ ജീവിതം ത്യാഗത്തിന്റെ മാർഗമാണെന്നും ക്രിസ്തുവിന് വേണ്ടി നിന്ദിക്കപ്പെടാൻ തയ്യാറാകുന്ന മാർഗമാണെന്നും എന്റെ നിമിത്തം അവൻ കുടുംബക്കാര് വരെ നിങ്ങളെ അകറ്റി നിർത്തുമെന്നും അത് ശാപം കൊണ്ടല്ല, അത് നിങ്ങളെ ദൈവം വെറുക്കുന്നത് കൊണ്ടല്ല. ക്രിസ്തീയ ജീവിതം അങ്ങനെയാണെന്നും തിരിച്ചറിവുണ്ടാകാനുള്ള പ്രാർത്ഥന. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് പൊതുജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് ആത്മീകതയിൽ അവർ ഉയർന്നു വരാനായിരുന്നു. ഭൗമികതയിൽ നിന്ന് അവർക്കൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും അവരുടെ കാഴ്ചപ്പാടുകൾ മാറാൻ വേണ്ടിയായിരുന്നു. യാക്കോബിനെ ദീർഘമായ 20 വർഷങ്ങൾ ട്രെയിൻ ചെയ്തത് ഈ കാഴ്ചപ്പാട് താൻ പ്രാപിക്കാൻ വേണ്ടിയായിരുന്നു. മോശയെ ദീർഘമായ 40 വർഷങ്ങൾ ട്രെയിൻ ചെയ്തത് ഈ കാഴ്ചപ്പാട് മോശ പ്രാപിക്കാൻ വേണ്ടിയായിരുന്നു. ഇന്ന് കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹവും പ്രതീക്ഷയും ഈ കാഴ്ചപ്പാട് നമ്മളും പ്രാപിക്കണമെന്നുള്ളതാണ്. അപ്പൊ കർത്താവിന്റെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയായിട്ട് മാറട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയെ കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകട്ടെ. എന്റെ കാര്യം ഇന്ന് നടത്തി തരണമേ എന്ന പ്രാർത്ഥനയെക്കാളും ഉയർന്ന പ്രാർത്ഥനയാണ് നമ്മൾ ഈ കണ്ടത്. ഈ കാണുന്ന പ്രാർത്ഥന ഒരു പൊതുജനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നിത്യതയുടെ കാഴ്ചപ്പാടിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഒരുപറ്റ ശിഷ്യന്മാർക്ക് മാനസിക തലത്തിലും ആത്മിക തലത്തിലും കാഴ്ചപ്പാടുണ്ടാകാനുള്ള പ്രാർത്ഥനയാണ്. കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ഈ ആഗ്രഹത്തിലേക്ക് ഒരു പടി കൂടി ഉയർന്നു കയറാൻ, ഒരു പടി കൂടി അടുത്തു നിൽക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.